കേരള ഹിസ്റ്ററിയിൽ എപ്പോഴും ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ഭാഗമാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, SCERTയിലെ ടേബിളാണിത്. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജമാണ്. അതേപോലെ ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥയെ, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു SNDP ആണ്. അതേപോലെ ചാവറയച്ചൻ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസ്വം. ഇവയാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ പഠിക്കുക. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഭാഗത്തുനിന്ന് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അവരെഴുതിയിട്ടുള്ള കൃതികളെ പറ്റിയിട്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതുവരെ PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പറയാൻ പോകുന്നത്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ദൈവചിന്തനം, ശിവശതകം, കാളീനാടകം, അദ്വൈത ദീപിക, ജാതിലക്ഷണം, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ജാതിമീമാംസ, കാളിമാല, നവമഞ്ജരി. ഇവയാണ് ഇതുവരെ PSCയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കൃതികൾ. അപ്പോൾ ബാക്കി ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചതിന് ശേഷം ബാക്കി നോക്കിയാൽ മതി. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഒരു കൃതിയാണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത്. അതെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. മറ്റ് കൃതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജാതിക്കുമ്മി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക, മറ്റ് കൃതികൾ വായിച്ച് നോക്കുക. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഇതുവരെ ചോദിച്ചിട്ടുള്ള PSCയിൽ ഇതുവരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കൃതികളാണ്. അദ്വൈത ചിന്താ പദ്ധതി, വേദാധികാര നിരൂപണം, അദ്വൈത പഞ്ചരം, നിജാനന്ദ വിലാസം, വേദാന്ത സാരം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഇവയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ അദ്വൈത ചിന്താ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ആദിഭാഷ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പ്രാചീന മലയാളം. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് EMSൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതിൽ PYQ റിപ്പീറ്റഡ് ആയിട്ട് ഒരു 50+ എങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അത്രയും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു കൃതിയാണ് 1.25 കോടി മലയാളികൾ ആരുടെയാണെന്ന്. EMS നമ്പൂതിരിപ്പാടിൻ്റെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് ജവഹർലാൽ നെഹ്റു, ബെർലിൻ ഡയറി, കേരളം മലയാളികളുടെ മാതൃഭൂമി. അപ്പോൾ ഇതും കൂടി നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് കുമാരനാശാൻ്റെ കൃതികൾ, അതേപോലെ കഥാപാത്രങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുമാരനാശാൻ്റെ കൃതികളാണ് നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി, കരുണ, ദുരവസ്ഥ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി അതിലെ കഥാപാത്രങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം. നളിനിയിലെ കഥാപാത്രങ്ങളാണ് നളിനി, ദിവാകരൻ. അതേപോലെ ലീല എന്ന കൃതിയിലെ കഥാപാത്രമാണ് ലീല, മദനൻ. പിന്നെ ചണ്ടാല ഭിക്ഷുകിയിലെ ആനന്ദ ഭിക്ഷുവും മാതങ്കിയും. കരുണയാണ് കൃതി. അതിലെ കഥാപാത്രം വാസവദത്ത ഉപഗുപ്തൻ. ദുരവസ്ഥയിലെ കഥാപാത്രമാണ് ചാത്തൻ പുലയനും സാവിത്രി അന്തർജനം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആശാൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്നും കഥാപാത്രങ്ങളും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കുക. ഇനി സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ കുര്യാക്കോസ് ചാവറയച്ചൻ്റെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കൃതിയാണ് ആത്മാനുതാപം. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ആത്മാനുതാപം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് വായിച്ച് നോക്കുക. കേരള ചരിത്രത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് മിഷണറി സംഘവും അവരുടെ പ്രവർത്തന മേഖലയും. അപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി, അത് തിരുവിതാംകൂറാണ് പ്രവർത്തന മേഖല. LMS, അതുപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി, CMSൻ്റെ പ്രവർത്തന മേഖല കൊച്ചി, തിരുവിതാംകൂറായിരുന്നു. ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM, അത് മലബാർ മേഖലയിലും വരുന്നു. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. യൂറോപ്യന്മാരും അവരുടെ സംഭാവനകളും എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? അത് ഡോക്ടർ
ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപവേദാർത്ഥം. സംക്ഷേപവേദാർത്ഥം തയ്യാറാക്കിയത് ഫാദർ ക്ലെമൻ്റ് പിയാനിയസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയും കേരളത്തിലെ ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടുമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രസ്ഥാനങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയയാണ് അവർ പ്രസിദ്ധീകരിച്ച മാസികകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത്, ഇതുവരെ ചോദിച്ചിട്ടുള്ളത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. സുജന നന്ദിനി, പറവൂർ കേശവൻ നാശാൻ, അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ കാഹളം വാഗ്ഭടാനന്ദൻ, വിവേകോദയം കുമാരനാശാൻ, സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവി, അൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അൽ ഇസ്ലാമും അൽ അമീനും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അരയർ മാസിക വേലിക്കുട്ടി അരയൻ, സഹോദരൻ എന്നുള്ള മാസിക തയ്യാറാക്കിയത് സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാഭൂഷണിയും സഹോദരൻ അയ്യപ്പൻ്റേത് തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് സാധുജന പരിപാലിനി, അയ്യങ്കാളിയുടെയാണ്. പ്രോ ഇന്ത്യ ചെമ്പകരാമൻ പിള്ള. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള രാജ്യസമാചാരം തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മാസികയാണ്. മലയാളി C കൃഷ്ണപിള്ളയുടെയാണ്. നസ്രാണി ദീപിക നീതിയിരിക്കൽ മാണി കത്തനാറിൻ്റെയാണ്. അപ്പോൾ ഈ മാർക്ക് ചെയ്തതെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളത് വായിച്ചു നോക്കുക. മാർക്ക് ചെയ്തത് എന്തായാലും പഠിച്ചിരിക്കുക. അടുത്തതായിട്ട് കേരള ചരിത്രത്തിലെ പ്രധാന വർഷങ്ങൾ, അതായത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന വർഷം ഡേറ്റും ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് ഞാൻ എഴുതി തയ്യാറാക്കിയ നോട്ടാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും വർഷങ്ങളൊക്കെ കാലഗണനാക്രമത്തിലൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ പഠിച്ച് വെക്കണം. അപ്പോൾ അതിലൊരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ തയ്യാറാക്കിയ നോട്ടാണ്. നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കേരള ചരിത്രത്തിൽ നിന്ന് കൂടുതലായിട്ട് PSC PYQ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഹോട്ട് ടോപ്പിക്കാണ് ഇതൊക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുമാണ്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് എല്ലാവരും പഠിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.